നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. ഭക്തലക്ഷങ്ങളാണ് അയ്യപ്പനെ തൊഴുത് മകരജ്യോതിക്കായി സന്നിധാനത്തും പരിസരത്തും കാത്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3:08 മകരസംക്രമ പൂജ. അതിനുശേഷം തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. പിന്നെയുള്ള സമയം ഭക്തജനലക്ഷങ്ങളുടെ കണ്ണുകൾ പൊന്നമ്പലമേട്ടിലേക്കാവും കാത്തിരുന്ന മകരജ്യോതി ദർശനത്തിനായി. ഏതായാലും മകരവിളക്കിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. കനത്ത സുരക്ഷയിലുമാണ് ശബരിമലയും പരിസരവും. അനന്തപുരിയും ഭക്തിസാന്ദ്രമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 56 ദിവസത്തെ മുറജപം പൂർത്തിയാക്കി അവസാന ദിവസത്തെ ലക്ഷദീപമാണ് ഇന്ന്. ഗരുഡവാഹനത്തിലെ മകരശിവേലിക്കായി കാത്തിരിക്കുകയാണ് പത്മനാഭദാസന്മാർ. ഇന്നത്തെ ദിവസം മറ്റൊരു വിധത്തിൽ ശ്രദ്ധേയമാകുന്നത് സാംസ്കാരിക നഗരത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ്. ഇനിയുള്ള 5 ദിവസക്കാലം സാംസ്കാരിക നഗരിയിൽ കലോത്സവ പൂരമാണ്. ശക്തന്റെ തട്ടകം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൗമാര പ്രതിഭകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു തൃശൂർ. 10 മണിക്കാണ് കലോത്സവത്തിന് തിരിതെളിയുക. തേക്കിൻകാട് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. മകരവിളക്കും ലക്ഷദീപവും കലോത്സവവും മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുമായുള്ള തെളിവെടുപ്പ് അടക്കം ഇന്ന് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന ഒട്ടേറെ മറ്റു വാർത്തകളുമുണ്ട്.